ബദൽ അയ്യപ്പ സംഗമം നടത്താനൊരുങ്ങി സംഘപരിവാർ സംഘടനകൾ. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമെന്ന് വി.ഡി. സതീശൻ. CPM എന്നും വിശ്വാസികൾക്കൊപ്പമാണെന്ന് MV ഗോവിന്ദൻ. ആകെ കലങ്ങിമറിഞ്ഞ് അയ്യപ്പ സംഗമം. എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് KR. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘപരിവാർ സംഘടനകൾ പന്തളത്ത് ബദൽ അയ്യപ്പ സംഗമം നടത്താനൊരുങ്ങുന്നു. ഹിന്ദു ഐക്യവേദിയാണ് പരിപാടിക്ക് മുൻകൈയെടുക്കുന്നത്. സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിനെതിരെ BJP രാഷ്ട്രീയ പ്രചരണം നടത്തും. സർക്കാരിന്റെയും ദേവസ്വത്തിന്റെയും പരിപാടിയോട് എന്ത് നിലപാടെടുക്കണമെന്ന ആശങ്ക സംഘപരിവാർ സംഘടനകൾക്ക് ഉണ്ടായിരുന്നു. തീയതി സംബന്ധിച്ച തീരുമാനം വരുന്നതേയുള്ളൂ. BJP ആദ്യം തന്നെ ഇതിനെതിരെ നിലപാടെടുത്തിരുന്നത് കൊണ്ട് ആചാര വിരുദ്ധത ഉയർത്തി CPM-നെതിരെ BJP നടത്തുന്ന പ്രചരണം നിലനിർത്തി സമാന്തരമായി യഥാർത്ഥ വിശ്വാസികളെ പങ്കെടുപ്പിക്കുന്ന ബദൽ അയ്യപ്പ സംഗമം നടത്താൻ ഹിന്ദു ഐക്യവേദിയെ ചുമതലപ്പെടുത്തി. യഥാർത്ഥ വിശ്വാസ സംഗമം എന്നാണ് പ്രചരണം. നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകം എന്നാണ് അയ്യപ്പ സംഗമത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശക്തമായി വിമർശിച്ചത്. യുക്തിവാദികളായ പിണറായി വിജയനും സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുകയും ഹിന്ദുവിനെ വൈറസ് എന്ന് വിളിക്കുകയും ചെയ്ത തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും എന്തിനാണ് പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചിരുന്നു. എന്തായാലും സംഘപരിവാർ ബദൽ അയ്യപ്പ സംഗമം നടത്തുന്നുവെന്ന തീരുമാനം രാഷ്ട്രീയ പോരാട്ടത്തിന് കളം വരയ്ക്കുമെന്നതിൽ സംശയം വേണ്ട. ഒരുക്കങ്ങൾ തുടങ്ങിയ സർക്കാരിന് ആഗോള അയ്യപ്പ സംഗമം വിജയിപ്പിച്ചേ തീരൂ. ജനങ്ങൾക്കിടയിൽ ഭിന്നത വരുത്താതെ നോക്കുക എന്നതും വെല്ലുവിളിയാകും. ഇതിനിടയിൽ ആഗോള അയ്യപ്പ സംഗമം ആരാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു. ദേവസ്വം ബോർഡാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സർക്കാർ മറുപടി നൽകി. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സാമ്പത്തിക ചിലവുകളും ഫണ്ട് സമാഹരണത്തിന്റെ വിശദ വിവരങ്ങളുടെയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയുടെ പേരിൽ സംഗമത്തിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ. ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയ ശേഷം ക്ഷണിച്ചാൽ അപ്പോൾ നിലപാട് പറയാമെന്നും ആഗോള അയ്യപ്പ സംഗമം UDF ബഹിഷ്കരിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകുമോ? ആചാര ലംഘനത്തിന് അവസരമൊരുക്കിയ സത്യവാങ്മൂലവും പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ? ആചാര സംരക്ഷണത്തിനായുള്ള സമരങ്ങൾക്കെതിരായ കേസ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ? ശബരിമലയുടെ വികസനത്തിന് യാതൊന്നും ചെയ്യാത്ത സർക്കാരാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഗമം നടത്തുന്നത്. ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങൾക്കും സർക്കാർ മറുപടി നൽകണം. എങ്ങും തൊടാതെയാണ് പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ പറയുന്നതെന്ന് വ്യക്തം. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്നോ ബഹിഷ്കരിക്കുമോ എന്നോ V.D. സതീശൻ പറയാൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയം. ഇതിൽ നിന്നും മാറി നിന്നാൽ കോൺഗ്രസ് ഒറ്റപ്പെടുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ആഗോള അയ്യപ്പ സംഗമം തീരുമാനിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ഒരു വർഷം മുമ്പ് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടെ അനുബന്ധിച്ച് നടത്താൻ തീരുമാനിച്ച ആശയമാണിത്. കഴിഞ്ഞ തീർത്ഥാടന കാലം കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിഞ്ഞുവെന്നും മന്ത്രി. ദേവസ്വം ബോർഡിന് ഒറ്റയ്ക്ക് നടത്താൻ കഴിയാത്തതിനാൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനം കൂടി വേണം. അതിന് സർക്കാർ സഹായിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിനെ രാഷ്ട്രീയമായിട്ടോ മറ്റേതെങ്കിലും വിഭാഗീയമായിട്ടോ കാണേണ്ട പ്രശ്നമില്ലെന്നും മന്ത്രി വാസവൻ പറഞ്ഞു. അതിലും പ്രധാനമായത് MV ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായമാണ്. ഇന്നലെയും ഇന്നും നാളെയും CPM വിശ്വാസികൾക്കൊപ്പം തന്നെ ആയിരിക്കുമെന്നും ശബരിമല സ്ത്രീ പ്രവേശനം കഴിഞ്ഞുപോയ അധ്യായമാണെന്നാണ് പറഞ്ഞതെന്നും MV ഗോവിന്ദൻ മാഷ്. വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ ചെറുക്കാനാണ് ശ്രമം. അതിന്റെ ഭാഗം കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അല്ലാതെ ചിലർ പറയുന്നത് പോലെ വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കാനല്ലെന്നും
അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണയുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെ പേരാണ് വർഗീയത. ഇത്തരം വർഗീയവാദികൾക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികൾക്കൊപ്പമാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാനില്ലെന്നും യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമായി വിട്ടുകളഞ്ഞതാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഒരു ഭാഗത്ത് വിശ്വാസ സംഗമം എന്ന പേരിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രതിരോധം നടത്താൻ സംഘപരിവാർ, കൂടെ നിരവധി ചോദ്യങ്ങളുമായി കോൺഗ്രസ്. നാടിന് അഭിമാനകരമാകാൻ പോകുന്ന അയ്യപ്പ സംഗമത്തിന് എതിർപ്പുകളുടെ ഒരു നിര തന്നെ വന്നിട്ടുണ്ട്. എല്ലാം രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി മാത്രം നടക്കുന്ന ഗൂഢലക്ഷ്യങ്ങൾ മാത്രം. ഇതിൽ നിന്നെല്ലാം വേറിട്ടതാവട്ടെ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം. സതുദ്ദേശത്തോടു കൂടിയുള്ളതാണെങ്കിൽ ആരൊക്കെ എതിർത്താലും അയ്യപ്പ സംഗമം വിജയകരമാകും, ചരിത്രമാകും. അതിനുള്ള ചങ്കുറപ്പ് നമ്മുടെ പിണറായി സർക്കാരിനുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.